വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നതിനെയൊക്കെ പറ്റി ആലോചിക്കാൻ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗുലു കേരളത്തിൽ എത്തിയിരുന്നു. സുനിൽ കനഗുലു ആണ് കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസിന് അധികാരം നേടിക്കൊടുത്തത്. പക്ഷേ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും സുനിൽ കനഗുലുവിന്റെ തന്ത്രങ്ങൾ പാളുന്നതും കണ്ടു. എന്തായാലും തെരഞ്ഞെടുപ്പിനെ പറ്റി അവലോകനം ചെയ്യാനും തെരഞ്ഞെടുപ്പിന്റെ സർവേ നടത്താനും ഒക്കെ സുനിൽ കനഗുലുവും ടീമും എത്തിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആര് കോൺഗ്രസിനെ നയിക്കും എന്നതിനെ പറ്റിയുള്ള ചർച്ചയും സജീവമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കുക VD സതീശൻ തന്നെയായിരിക്കും. പക്ഷേ VD സതീശൻ തച്ചിട്ട മുഖ്യമന്ത്രി കുപ്പായം അദ്ദേഹത്തിന് ഇടാൻ പറ്റില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. VD സതീശൻ കോരിയ വെള്ളമൊക്കെ പാഴായി പോകുന്ന കാഴ്ചയാണ് കോൺഗ്രസിൽ ഇപ്പോൾ കാണുന്നത്. രമേശ് ചെന്നിത്തല കോൺഗ്രസിൽ വീണ്ടും അനിശ്ചിതനായ നേതാവായി മാറി. NSSുമായി കോൺഗ്രസിനുണ്ടായിരുന്ന ബന്ധം പുനഃസ്ഥാപിക്കാനും SNDPയുമായി അടുത്തു നിൽക്കാനും രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തല വമ്പൻ രാഷ്ട്രീയ നീക്കമാണ് നടത്തിയിരുന്നത്. സാമുദായിക ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കം. ഇതോടുകൂടി VD സതീശൻ കോരിവെച്ച വെള്ളമൊക്കെ പാഴായി പോവുകയാണ്. വെള്ളം കോരിയത് വെറുതെയായി പോവുകയാണ്. VD സതീശനേക്കാൾ കോൺഗ്രസിൽ ജനപിന്തുണ, നേതാക്കളുടെ ജനപിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിച്ചത് രമേശ് ചെന്നിത്തലയായിരുന്നു. രമേശ് നന്നായി പണിയെടുത്തു പിണറായി സർക്കാരിനെതിരെ. പക്ഷേ വിജയം അസാധ്യമായി മാറി. അതിന് ചില കാരണങ്ങൾ ഉണ്ടായി. ഓഖി, പ്രളയം, കോവിഡ് തുടങ്ങിയ കുറെ ഘടകങ്ങൾ പിണറായിക്ക് അനുകൂലമായി മാറി. ക്ഷേമ പെൻഷനും കിറ്റുമൊക്കെ വോട്ടാക്കി മാറ്റാൻ LDFന് സാധിച്ചു. മറ്റൊന്ന് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ കൂറുമാറ്റമാണ്. ജോസ് കെ മാണി LDFിലെത്തിയത് LDFന് വലിയ ഗുണമായി മാറി, പ്രത്യേകിച്ചും മധ്യ തിരുവിതാംകൂർ. ഇതൊക്കെയാണ് LDFിന്റെ വിജയത്തിന് കാരണമായി മാറി. രമേശ് ചെന്നിത്തല PR ടീമിനെ വെച്ച് നന്നായി വർക്ക് ചെയ്തിട്ടും പലതരത്തിലുള്ള സ്പ്രിംഗ്ലർ അടക്കമുള്ള അഴിമതികൾ പിണറായിക്കെതിരെ കൊണ്ടുവന്നിട്ടും അതൊന്നും താഴെത്തട്ടിൽ പ്രാവർത്തികമാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതാവെന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ സജീവമാക്കാനും താഴെത്തട്ടിൽ ചർച്ച ചെയ്യാനും കോൺഗ്രസിന് കഴിയാത്തത് രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ തിരിച്ചടിയായി മാറി. ഇപ്പോൾ കോൺഗ്രസിൽ തലമുറ കൈമാറ്റം വന്നുവെന്ന് പറഞ്ഞാണ് VD സതീശനെ പിടിച്ച് പ്രതിപക്ഷ നേതാവാക്കി മാറ്റിയത്. ചില ന്യൂജൻ പിള്ളേരുടെ പിന്തുണ മാത്രമേ VD സതീശൻ. പഴയ നേതാക്കളല്ല രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പമാണ്. രമേശ് ചെന്നിത്തല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. അതിനുള്ള ആദ്യത്തെ സൂചനയാണ് NSSും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിച്ചത്. മാത്രമല്ല SNDP പരമാധികാരി SNDPയുടെ എല്ലാമായ വെള്ളാപ്പള്ളി നടേശനും രമേശ് ചെന്നിത്തലയോട് അനുഭാവപൂർവമായ സമീപനം സ്വീകരിക്കും. NSS VD സതീശനുമായി നല്ല ബന്ധത്തിലല്ല. താൻ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ VD സതീശൻ ആദ്യം പറഞ്ഞത് ഒരു മതമേലധ്യക്ഷന്മാരെയും ഒരു സമുദായ നേതാക്കളെയും താൻ പോയി കാണില്ല എന്നായിരുന്നു. അതിൽ NSSന് VD സതീശനോട് അതൃപ്തി. VD സതീശൻ കിരീടം വയ്ക്കാത്ത രാജാവായി അങ്ങനെ കോൺഗ്രസിലേക്ക് ഉയർന്നു പോകുന്നതിനിടെയാണ് രമേശ് ചെന്നിത്തല പൂഴിക്കടകനടിയുമായി എത്തിയിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ കോൺഗ്രസിനുള്ളിലും നല്ല പിന്തുണയുണ്ട്. കോൺഗ്രസിലെ സീനിയർ നേതാക്കൾ പലരും രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നു. യുവതലമുറയിൽ ചാണ്ടി ഉമ്മൻ അടക്കമുള്ളവർ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമത്തിലാണ്, മുഖ്യമന്ത്രിയാകാനുള്ള ജൈത്രയാത്രയിലാണ് രമേശ് ചെന്നിത്തല. ഹൈക്കമാൻഡിലും AICCയിലും സതീശന് സ്വാധീനമുണ്ടെങ്കിലും രമേശ് ചെന്നിത്തലയുടെ അവിടുത്തെ സ്ഥാനം അനിശ്ചിതമാണ്. രമേശ് ചെന്നിത്തല നല്ല സംഘാടകനാണ്. രമേശ് ചെന്നിത്തല ജനങ്ങളോട് ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന നേതാവാണ്. VD സതീശനെ പോലെ വെട്ടൊന്ന് മുറിരണ്ട് എന്ന സ്വഭാവം രമേശിനില്ല. എതിരാളികളെ കടന്നാക്രമിക്കാറില്ല രമേശ് ചെന്നിത്തല. VD സതീശൻ അങ്ങനെയല്ല. എതിരാളികളെയൊക്കെ കടന്നാക്രമിച്ചുകൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. എന്തായാലും VD സതീശൻ കോരിയ വെള്ളം പാഴാകും എന്ന സൂചനയാണ് കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത്. മറ്റൊന്ന് മുസ്ലിം ലീഗിന്റെ തീരുമാനമാണ്.
മുസ്ലിം ലീഗും രമേശ് ചെന്നിത്തലയും തമ്മിൽ നല്ല അടുപ്പത്തിലായി കഴിഞ്ഞു. കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് പൊതുവെ NSSും മുസ്ലിം ലീഗും ചേർന്നാണ്. ഈ രണ്ട് ഘടകങ്ങളെയും തൻ്റെ കൈവെള്ളയിൽ ഒതുക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജൈത്രയാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. രമേശ് ചെന്നിത്തലയുടെ ജൈത്രയാത്ര VD സതീശൻ അറിയുന്നുണ്ട്. VD സതീശൻ സോഷ്യൽ മീഡിയയിലൂടെയും പുതിയ പിള്ളേരുടെ ആരാധനയിലൂടെയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നേതാവാണ്. അതിനപ്പുറം നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VD സതീശന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു ധാരണ ഹൈക്കമാൻഡിനും AICCക്കും ഉണ്ട്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ VD സതീശൻ സമ്പൂർണ്ണമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചതും പ്രിയങ്ക ഗാന്ധി വമ്പൻ ഭൂരിപക്ഷത്തിൽ വയനാട് നിന്ന് MP ആയതും VD സതീശൻ ആശ്വസിക്കാം. പക്ഷേ ചേലക്കര പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ദയനീയമായ ഒരു പരാജയമാണ് കോൺഗ്രസിന് ഉണ്ടായത്. രമ്യ ഹരിദാസിനെ നിർത്തിയത് VD സതീശന്റെ സ്വന്തം താല്പര്യപ്രകാരമാണ്. രമ്യ ഹരിദാസ് ചേലക്കര മണ്ഡലത്തിൽ നിന്നാൽ തോൽക്കുമെന്ന് അവിടുത്തെ പ്രാദേശിക നേതൃത്വവും ജില്ലാ നേതൃത്വവും VD സതീശനെ അറിയിച്ചു. പക്ഷേ ആശ്രിതവത്സരനായ VD സതീശൻ രമ്യ ഹരിദാസിനെ പിടിച്ച് ചേലക്കരയിൽ നിർത്തുകയായിരുന്നു. ചേലക്കരയിൽ രമ്യ 8 നിലയിൽ പോട്ടുകയും ചെയ്തു. ഇതോടുകൂടി VD സതീശന്റെ ഒരു അസ്തിത്വം ചോദ്യം ചെയ്യപ്പെട്ടു. പാലക്കാട് കോൺഗ്രസ് ജയിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അത് സന്ദീപ് വാര്യരുടെ ഒരു വരവ് അതിന് വലിയൊരു ഘടകമായി മാറി. വൻ ഭൂരിപക്ഷം നേടാൻ സഹായിച്ചത് സന്ദീപ് വാര്യരുടെ വരവാണ്. അതുകൊണ്ട് പാലക്കാട് സതീശന്റെ സ്വാധീനം, സതീശന്റെ കരിസ്മ എത്രത്തോളം പ്രവർത്തിച്ചു എന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ സതീശന്റെ സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ, സതീശന്റെ പ്രവർത്തനങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് എത്തിയെങ്കിൽ ചേലക്കരയിൽ ഒരു അട്ടിമറി വിജയം നേടാൻ കോൺഗ്രസിന് കഴിയുമായിരുന്നു. അത് സാധിച്ചില്ല. വയനാട്ടിൽ സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് സതീശന്റെ കഴിവ് കൊണ്ടൊന്നുമല്ല. പ്രിയങ്ക ഗാന്ധി കുടുംബത്തിൽപ്പെട്ട ആളാണ്. മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയുടെ കന്യംഗമാണ്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നന്നായി പ്രവർത്തിച്ചു. തൻ്റെ കന്യംഗം ശക്തമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തൻ്റെ കന്യംഗം ഉജ്ജ്വലമാക്കാൻ വേണ്ടി സോണിയാഗാന്ധി തന്നെ കേരളത്തിലെ നേതാക്കളെ ഒന്നിച്ചു നിർത്തി. അതിൻ്റെയൊക്കെ ഫലമാണ് വയനാട്ടിൽ വൻ ഭൂരിപക്ഷത്തിൽ സോണിയാഗാന്ധി ജയിച്ചു കയറിയത്. പക്ഷേ ചേലക്കരയിൽ സംഭവിച്ചത് സതീശന് വലിയ തിരിച്ചടിയാണ്. ഈ സാഹചര്യത്തിലാണ് രമേശ് ചെന്നിത്തല കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. കുറച്ചു കാലം രമേശ് ചെന്നിത്തല വളരെ സൈലന്റായിരുന്നു. അദ്ദേഹം സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ വരെ തീരുമാനിച്ചിരുന്നു, സതീശനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച്. പക്ഷേ ഇപ്പോൾ രമേശ് ചെന്നിത്തല വീണ്ടും സജീവമാവുകയാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ. രമേശ് ചെന്നിത്തല കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സജീവമാകുമ്പോൾ വല്ലാത്തൊരു ഗതികേടിലേക്ക് പോവുകയാണ് VD സതീശൻ. അന്തിയോളം പണിയെടുത്തിട്ടും കൂലി കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് VD സതീശൻ പോകുന്നു. VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരുപാടുണ്ട്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ VT ബൽറാം അടക്കമുള്ള ആ പുതിയ തലമുറ VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ പഴയ തലമുറയിലെ കോൺഗ്രസ്സുകാർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള കോൺഗ്രസ്സുകാർ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കൂടെയാണ്. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശനെ പിന്തള്ളി രമേശ് ചെന്നിത്തല മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കാണുന്നത്.